ഹലോ! ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു മിനി ഡേ ഇൻ മൈ ലൈഫാണ്. ഒരു 11 മണിക്ക് ശേഷമുള്ള എൻ്റെ വീട്ടിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം ഞാൻ 11 മണിയൊക്കെ ആയപ്പം അലുവയുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് കഴിക്കുകയാണ്. അത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു സാധനമല്ല, എന്നാലും ബ്ലാക്ക് കളർ ഹൽവ ആയതുകൊണ്ട് ഞാൻ കഴിക്കുന്നത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാനൊരു ഗ്ലാസ് വെള്ളം കുടിച്ചു. പിന്നെ അവിടെ നിന്ന് കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടു. പിന്നെ ഞാൻ കിച്ചണിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ചോറ് റെഡിയാവുന്നുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഒന്ന് ഓഫാക്കി. അതിനുശേഷം കിച്ചൺ ഭയങ്കരമായിട്ട് വൃത്തികേടായിട്ട് കിടക്കുമായിരുന്നു. അപ്പം ഞാൻ അവിടെ ഉണ്ടായിരുന്ന കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്തു. അതെല്ലാം എടുത്തിട്ട് അപ്പുറത്തെ കിച്ചണിലേക്ക് കൊണ്ടുവച്ചു. അവിടെ നിന്നാണ് പാത്രം കഴുകുന്നത്. അപ്പോൾ ഇത്രയും പാത്രങ്ങൾ കഴുകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ അത് കണ്ടപ്പോഴേ മടിയാവാൻ തുടങ്ങി. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു പണിയാണ് പാത്രം കഴുകുക എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ അതവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെയും പാത്രങ്ങൾ കൂടും. അപ്പോൾ പിന്നെ പണി ഇരട്ടിയാവുമെന്ന് വിചാരിച്ച് അങ്ങനെ ഓർത്തിട്ട് പിന്നെ പാത്രങ്ങൾ കഴുകുന്നതാണ്. അങ്ങനെ ഞാൻ അതൊക്കെ അവിടെ നിന്നിട്ട് ഓരോന്നോരോന്നായിട്ട് മടി പിടിച്ചിട്ടാണെങ്കിലും അതൊക്കെ അവിടെ നിന്ന് കഴുകി. പിന്നെ അവിടെ നോക്കുന്ന സമയത്ത് ആ വാഷ് ബേസിനും പിന്നെ ആ ഭാഗമൊക്കെ ഭയങ്കരമായിട്ട് ചെളി പിടിച്ചിട്ടുണ്ടായിരുന്നു. അവിടേക്ക് ഒന്ന് വൃത്തിക്ക് തേച്ച് വരച്ച് കഴുകിയിട്ട് കുറച്ച് ദിവസമായിരുന്നു. അപ്പം ഞാനൊരു സ്ക്രബൊക്കെ ഇട്ടിട്ട് ആ ഒരു ഭാഗം നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകുവാണ്. പിന്നെ ആ ഭിത്തിയിലും ആ സൈഡിലുമൊക്കെ ഒരുപാട് ചെളി ഉണ്ടായിരുന്നു. അതൊക്കെ അവിടെ നിന്ന് കഴുകിയില്ലെങ്കിൽ പിന്നെ കുറേ നാളത്തേക്ക് അത് അവിടെ തന്നെ കിടക്കും. അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് നന്നായിട്ട് അവിടെ നിന്ന് കഴുകി അവിടേക്കൊന്ന് വൃത്തിയാക്കി. പിന്നെ ഒരു ടവൽ എടുത്തിട്ട് അവിടേക്കൊന്ന് നന്നായിട്ട് തുടച്ചിട്ടു. അങ്ങനെ ഈ കിച്ചൺ ഞാൻ നന്നായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു സംതൃപ്തിയാണ്. പിന്നെ കിച്ചൺ വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ അപ്പുറത്തെ കിച്ചണിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അതാ വീണ്ടും ഒരുപാട് പാത്രങ്ങൾ വീണ്ടും നിരന്നിട്ടുണ്ട്. അതല്ലെങ്കിൽ ഒരു ഭാഗത്തു നിന്ന് വൃത്തിയാക്കി അപ്പുറത്തേക്ക് പോകുമ്പം അവിടെ ഭയങ്കരമായിട്ട് വൃത്തിയായിട്ടുണ്ടാവും. പിന്നെ ഒരു ഗ്ലാസ് പാലിരിക്കുന്നുണ്ടായിരുന്നു. അത് പിന്നെ ഞാൻ ഫ്രിഡ്ജിന് അകത്തേക്ക് വെച്ചു. പിന്നെ അത് നമുക്ക് വൈകുന്നേരം എടുത്ത് യൂസ് ചെയ്യാമല്ലോ. അതിനുശേഷം ഞാൻ പിന്നെ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചു. പിന്നെ വീണ്ടും ഞാൻ എൻ്റെ പണികൾ ആരംഭിച്ചു. പിന്നെ ഈ ഒരു വാഷ് ബേസിൻ ഞങ്ങളുടെ കിച്ചണിൽ 2 കിച്ചണിലും വാഷ് ബേസിനുണ്ട്. അപ്പം ഈ ഒരു വാഷ് ബേസിൻ നമ്മൾ പാത്രമൊന്നും കഴുകാൻ വേണ്ടി യൂസ് ചെയ്യാറില്ല. കാരണം ഇവിടെ കുക്ക് ചെയ്യുന്നത് കൊണ്ട് ഇവിടെ ജസ്റ്റ് പെട്ടെന്ന് എന്തെങ്കിലും കഴുകാനോ അല്ലെങ്കിൽ കഞ്ഞി ഉണ്ടാക്കുമ്പോഴൊക്കെ ഇവിടെ നിന്നാണ് കഴുകുന്നത്. അല്ലാത്ത കാര്യങ്ങൾക്കൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല. പിന്നെ ഞാൻ ആ സ്ലാബൊക്കെ ഒന്ന് നന്നായിട്ട് തുടയ്ക്കുകയാണ്. അപ്പോൾ ഗ്യാസ് സ്റ്റവിൻ്റെ ഒരു കോലം കണ്ടില്ലേ? ഇത് സത്യം പറഞ്ഞാൽ ഇങ്ങനെ തേച്ചൊരച്ചിട്ടൊന്നും പോകുന്നില്ല. ഇത് വേറൊന്നുമല്ല, കഞ്ഞി ഉണ്ടാക്കുമ്പോൾ അതിൽ നിന്ന് വീഴുന്നതാണ്. അപ്പോൾ അതിവിടെ ഇങ്ങനെ പറ്റി പിടിച്ച് ഞാൻ എത്ര ഹാർഡായിട്ട് തുടച്ചിട്ടും അത് പോകുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ ആ തുണി ഒന്ന് വെള്ളത്തിലേക്ക് ഒന്ന് മുക്കിയിട്ട് ഒന്ന് നന്നായിട്ട് തുടച്ചു. അപ്പോൾ അത് മെല്ലെ മെല്ലെ പോകാൻ തുടങ്ങി. അങ്ങനെ ഞാൻ നന്നായിട്ടൊന്ന് അവിടെയൊക്കെ തുടച്ചു. അതിന് ശേഷം പിന്നെ ഞാൻ ആ ടവലൊക്കെ ഒന്ന് നന്നായിട്ട് ഊരിപ്പിഴിഞ്ഞ് ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് കഴുകിയെടുത്തു. പിന്നെ ഞാനതൊക്കെ ആ ടവൽ അവിടെ ഒന്ന് വിരിച്ചിട്ട് അങ്ങനെ ഞാൻ കിച്ചൺ ഫുള്ളും ഈ ഒരു കിച്ചണും നന്നായിട്ടൊന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷമാവുന്ന അമ്മയ്ക്കാണ്. കാരണം അമ്മ പുറത്ത് പോയിട്ട് വരുമ്പം ഇനിയും പണികളുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും വരുന്നത്. ഇത് കാണുമ്പോൾ എന്താണെങ്കിലും സന്തോഷമാവും. പിന്നെ അമ്മ രാവിലെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പോയത്. ചോറുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കറിക്ക് പയറും മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ താഴെ ഫ്ലോറൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ടു. നില മാത്രമേ വൃത്തിയാക്കിയിട്ടുള്ളായിരുന്നു. അപ്പോൾ താഴെയും കൂടെ ചെയ്തില്ലെങ്കിൽ അതവിടെ കംപ്ലീറ്റ് ആവത്തില്ല. അങ്ങനെ ഞാൻ അവിടെ നന്നായിട്ടൊന്ന് അടിച്ചു വാരി. പിന്നെ അടിച്ചു വാരി കൂട്ടി ആ വലിയ വലിയ കടലാസൊക്കെ ഒന്ന് എടുത്തു മാറ്റി. ബാക്കിയെല്ലാം അവിടെ തന്നെ ഒന്ന് അടിച്ചു വാരി അവിടേക്കൊന്ന് വൃത്തിയാക്കിയിട്ടു. അപ്പോഴേക്കും എനിക്ക് നന്നായിട്ട് വിശന്നു. പിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ചോറിന് പയറ് മെഴുക്കുവരട്ടി, മീൻ കറി അല്ലായിരുന്നു. ഞാൻ മീൻ വറുത്തത് ആക്കി കഴിച്ചു. കാരണം മീൻ കറി എനിക്ക് ഫ്രഷ് ആയിട്ട് തന്നെ കഴിക്കുന്നതാണ് ഇഷ്ടം. അതല്ലാതെ പിന്നെ എനിക്ക് അങ്ങനെ കഴിക്കാൻ വേണ്ടി തോന്നുന്നില്ല. അപ്പം ഞാൻ ആ മീൻ തന്നെ എടുത്ത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് കഴിച്ചു. അങ്ങനെ അതൊക്കെ അവിടെ ഇരുന്ന് മെല്ലെ മൊത്തം കഴിച്ചു തീർത്തു. അപ്പോഴേക്കും അമ്മ പുറത്തു പോയിട്ട് വന്നു. അമ്മ പുറത്തു പോയിട്ട് വന്നപ്പോൾ ഞങ്ങൾ ചോദിക്കുകയായിരുന്നു, അമ്മ കുറച്ച് നേരം ആയിട്ടുള്ളായിരുന്നു പോയിട്ട്, എന്താ പെട്ടെന്ന് വന്നേന്നൊക്കെ ചോദിക്കുകയായിരുന്നു. അപ്പം അമ്മ എന്തോരം മറുപടിയും പറഞ്ഞു. പിന്നെ അമ്മയ്ക്കൊരു കല്യാണം ഉണ്ടായിരുന്നെന്ന്. അപ്പം അമ്മയുടെ മുടിയൊക്കെ ഒന്ന് ഡൈ ചെയ്ത് തരുമോ ചോദിച്ചു. ഫ്രണ്ട് ഭാഗത്ത് കുറച്ച് നരച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനതൊന്ന് ചെയ്തു കൊടുത്തു. സാധാരണ ഞാനല്ല ചെയ്തു കൊടുക്കുന്നത്, എൻ്റെ അനിയനാണ്. പക്ഷെ അവനില്ലാത്തത് കൊണ്ട് ഇന്ന് ഞാൻ ചെയ്തു. എനിക്കങ്ങനെ അറിയുമൊന്നുമില്ല. അപ്പം അമ്മ പറയുമായിരുന്നു അവിടെ ഒന്നും ആവാതെ നന്നായിട്ട് നോക്കിയിട്ട് ചെയ്തു തരണം എന്ന് പറയായിരുന്നു. പിന്നെ അമ്മ ഒരു ചീപ്പ് എടുത്തിട്ട് ഇങ്ങനെ ചീവിയും കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം എന്നെക്കൊണ്ട് അറിയുന്ന പോലെയൊക്കെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഞാൻ മേലേക്ക് പോയി കുറച്ച് നേരം ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ സമയമില്ലായിരുന്നു.
അപ്പോൾ തന്നെ വൈകുന്നേരം ആയായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചൊന്ന് കുളിച്ചിട്ട് വരാമെന്ന്. അങ്ങനെ ഞാൻ കുളിച്ചിട്ട് വന്നു. ഹെയർ വാഷ് ചെയ്തില്ല. ഹെയർ ഞാൻ എല്ലാ ദിവസവും കഴുകാറില്ല, ഓരോ ദിവസം ഇടവിട്ടിട്ടാണ് തല കഴുകുന്നത്. അല്ലെങ്കിൽ എല്ലാ ദിവസവും കഴുകുമ്പോൾ എൻ്റെ ഹെയർ നന്നായിട്ട് പൊഴിയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഓരോ ദിവസം ഇടവിട്ടിട്ടാണ് മുടി കഴുകുന്നത്. പിന്നെ കുളിച്ച് കഴിയുമ്പോൾ എന്താണെങ്കിലും ഒന്ന് റെഡി ആവണമല്ലോ. അപ്പം ഞാൻ പോയിട്ട് ഒരുപാടൊന്നും റെഡി ആയില്ല, ഒന്ന് കണ്ണു എഴുതി ഒരു ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് വന്നു. പിന്നെ ഇതിപ്പോൾ എൻ്റെ കുറച്ച് പ്രഹസനങ്ങളാണ്. പിന്നെ ഞാനിങ്ങനെ നോക്കും, ക്യാമറയിൽ നോക്കിയിട്ട് സുന്ദരിയായോ എന്നൊക്കെ നോക്കും. അപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഞാൻ മുടിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റാക്കി കൊടുത്ത് പിന്നെ ഞാൻ താഴേക്ക് പോവുകയാണ്. അപ്പോൾ ഇപ്പം തന്നെ ഒരു സമയം ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ടാവും. താഴേക്ക് പോയപ്പം അമ്മ അവിടെ നിന്ന് വെള്ളം ചൂടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അടുപ്പിലാണ്, തീ കത്തിച്ചിട്ടാണ് വെള്ളം ചൂടാക്കുന്നത്. പിന്നെ ഞാൻ ഈ വൈകുന്നേരത്തേക്ക് ഒരു സ്നാക്സ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കഴുകിയെടുത്തു. പിന്നെ ആ ഒരു സ്നാക്സിന് ഇങ്ങനെ ഒരു പ്ലേറ്റിനകത്ത് കുറച്ച് നെയ്യോ എണ്ണയോ തൂവണം ഉണ്ട്. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ചെയ്യുമായിരുന്നു. അപ്പം എൻ്റെ ഡ്രസ്സിൽ കണ്ടില്ലേ, ആ ഒരു കാര്യം ഉണ്ടാക്കുമ്പം മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ബാറ്റർ ഞാൻ തുറക്കുന്ന സമയത്ത് എൻ്റെ ഡ്രസ്സിലേക്ക് ഫുള്ളും തെറിച്ചു. പിന്നെ ഡ്രസ്സ് ഫുള്ളും വൃത്തികേടായി. അങ്ങനെ ഈ ഒരു ബാറ്റർ ഞാൻ ഈ പ്ലേറ്റിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുത്തു. അപ്പം ക്യാരറ്റും കൊണ്ടൊരു ഡിഷാണ് ഉണ്ടാക്കുന്നത്. ശരിയാവുമോ എന്ന് എനിക്കറിയത്തില്ല, എന്നാലും ഞാൻ ഉണ്ടാക്കി നോക്കുവാണ്. ഇതായാൽ പറയായെന്ന്, അല്ലെങ്കിൽ ഒന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ അനിയത്തി മാഗി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിച്ചു. അപ്പം അമ്മച്ചി പറയാം, അമ്മച്ചിക്ക് വീഡിയോയിൽ വരണ്ട, എന്നെ നല്ല രസമൊന്നുമില്ല അതൊക്കെയാണ് പറയുന്നത്. നിങ്ങൾ നോക്ക്, അമ്മച്ചീനെ കാണാൻ രസമില്ലേ? ഇത്ര രസം പോരെ? അതിനുശേഷം പിന്നെ ഞാൻ കുറച്ച് നേരം പുറത്തേക്കൂടെയൊക്കെ ഇങ്ങനെ നടന്നു. വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി കുറച്ച് നേരം നടക്കും. ചിലപ്പം ദൂരെ പോകും, നടക്കാനായിട്ടൊക്കെ കുറച്ച് ദൂരേക്കൊക്കെ പോകും. അല്ലെങ്കിൽ അവിടെ തന്നെ കുറച്ച് നേരമൊക്കെ നടക്കും. പിന്നെ ഞങ്ങൾ വൈകുന്നേരം ഇവിടെ വന്നിരുന്ന് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് എന്തെങ്കിലും സ്നാക്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട്, ചായയൊക്കെ ഉണ്ടെങ്കിൽ പുറത്തുനിന്ന് ഇങ്ങനെ കുടിക്കുകയൊക്കെ ചെയ്യും. ഇവിടെ വന്നിരുന്നിട്ടാണ് നമ്മൾ എന്തെങ്കിലും കഴിക്കുകയോ അല്ലെ വർത്തമാനം പറയുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അനിയത്തി വന്നിട്ടുണ്ട്. അവൾക്ക് വീഡിയോയിൽ നിൽക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ അവൾ ഉള്ളിലേക്ക് ഓടുവാണ്. അത് കണ്ടിട്ട് എനിക്ക് ചിരി വന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് ആ മാഗിയൊക്കെ കഴിച്ച് അപ്പോഴേക്കും എല്ലാവരും പുറത്തേക്ക് വന്നിരുന്നു. അമ്മയും അനിയത്തിയും പിന്നെ അമ്മച്ചിയും. അപ്പോൾ നമ്മൾ 4 ആളൊക്കെ ഇങ്ങനെ ഇരുന്ന് വർത്തമാനം പറയായിരുന്നു. അമ്മ അവിടെ നിന്ന് എന്തോ ഒരു പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വീഡിയോയിൽ ഇടലെന്നൊക്കെ എന്നോട് പറഞ്ഞു. പിന്നെ ഞങ്ങളെല്ലാവരും കുറേ നേരം അവിടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെയുള്ള എൻ്റെ ഒരു ഉച്ച കഴിഞ്ഞത്തെ ഒരു ഡേ.